വാക്സിനെതിരെ ഒരു പോരാട്ടം നടക്കുന്നത് വാസ്തവം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ശാസ്ത്രമാണ് അവസാനത്തെ വാക്ക്. ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ചോദ്യമില്ല. അപ്പോൾ വാക്സിൻ ആണ് വാസ്തവം പറഞ്ഞാൽ മനുഷ്യരാശിയെ രക്ഷിച്ചത്. മസൂരി, അതുപോലെ തന്നെ പേവിഷബാധ, പോളിയോ, അങ്ങനെ വില്ലൻ ചുമ, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളില്ല. ഒരുവിധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം വാക്സിൻ കണ്ടുപിടിച്ചു. ആ വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ട് ആ രോഗങ്ങളൊന്നും പിന്നീട് നമ്മളെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ഈ വാക്സിൻ മുഖേന അവയെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്കായി. അപ്പം മസൂരിയൊക്കെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുന്നതാണ് പറയുന്നത് ആ വാക്സിൻ പ്രയോഗം കൊണ്ട്. അപ്പോൾ അതൊക്കെ അശാസ്ത്രീയമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറി RFK റോബർട്ട് എഫ് കെന്നഡി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. അപ്പം ശാസ്ത്രബോധത്തിന് എതിരായ ആശയങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടെന്ന് പറഞ്ഞാലും ഈ അധികാര സ്ഥാനങ്ങളിൽ പ്രസിഡന്റ് ട്രംപൊക്കെ അദ്ദേഹത്തെയാണ് അനുകൂലിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ അത് എത്ര കണ്ട് ശരിയാണ്, ഭാവിയിലേക്ക് എത്ര കണ്ട് ദോഷം ചെയ്യും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ കൂടെയാണ് ഇന്നിപ്പം കണ്ടു ഫ്ലോറിഡയിലെ സർജൻ ജനറൽ, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എ ലഡാപ്പോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ കൊണ്ടുചെല്ലുമ്പോൾ യാതൊരുവിധ കുത്തിവയ്പ്പെടുത്തതിൻ്റെ യാതൊരു രേഖകളും കൊണ്ടുചെല്ലേണ്ടതില്ല. നമ്മുടെയൊക്കെ കാലത്ത് സർവ്വരേഖകളും MMR, മീസിൽസ്, ഒരുവിധപ്പെട്ട കുത്തിവയ്പ്പെടുത്ത രേഖകളെല്ലാം നമ്മൾ നിർബന്ധമായി കൊണ്ടുവന്നിരിക്കണം. അത് ഇല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കില്ല. അങ്ങനെയാണ് ഇന്ത്യയിലുമൊക്കെ, ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ആവശ്യമില്ല. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുത്തിവയ്ക്കാം, കുത്തിവയ്ക്കാതിരിക്കാം, വാക്സിൻ എടുക്കാതിരിക്കാം എന്നാണിപ്പം ഈ ഡോക്ടർ ലഡാപ്പോ പറഞ്ഞിരിക്കുന്ന സർജൻ ജനറൽ. അവിടെ നേരത്തെ മലയാളികളൊക്കെ സാക് സെക്രട്ടറിയൊക്കെ അവിടെ സർജൻ ജനറൽ ആയിരുന്നു. അപ്പോൾ അത് ഗവർണർ റോൺ ഡിസാൻറ്റിസും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗവർണറും അത് അംഗീകരിക്കുന്നു. അത് വാസ്തവം പറഞ്ഞാൽ ഇത് എത്രയോ ഈ കെന്നഡിയുടെ നയങ്ങൾക്കെതിരെ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഈ CDCയുടെ ഡയറക്ടറെ പറഞ്ഞു വിട്ടു. ഒരു മാസമേ ഉള്ളൂ അവരെ നിയമിച്ചിട്ട്, എന്നിട്ട് ഒരു മാസത്തിന് പറഞ്ഞു വിട്ടു. അവരെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന 3-4 പേര് രാജിവെച്ചു, ഉന്നത സ്ഥാനത്തുള്ളവർ. ഇപ്പോൾ 1000 പേര് ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 1000-ൽ പരം ജോലിക്കാർ ഇദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നീക്കങ്ങളുണ്ട്. അപ്പം ഈ ശാസ്ത്രീയമായ കാര്യങ്ങളെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഈ RFK ജൂനിയർ അദ്ദേഹം ഒരു വക്കീലോ മറ്റോ ആണ്, ശാസ്ത്രജ്ഞനൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ ശാസ്ത്രീയ കാര്യങ്ങളിൽ എത്രമാത്രം അറിവുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ അമേരിക്കയിലൊട്ടാകെ ഓട്ടിസം അതുപോലുള്ള രോഗങ്ങൾ ഈ കുട്ടികളിലെല്ലാം ഉണ്ടാകുന്നു. ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് ഈ കുത്തിവയ്പ്പ്, ഈ വാക്സിൻ കൊണ്ടാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം. അത് അദ്ദേഹത്തെ പോലുള്ളവരുടെ ഒരു നിഗമനം. അപ്പോൾ അത് ഓട്ടിസമൊക്കെ ഉണ്ടാകുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. പക്ഷേ എന്നാൽ പോലും അത് ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണത്. എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വാക്സിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോവിഡ് അങ്ങോട്ട് മൂർച്ഛിച്ചിരിക്കുന്നു, ആളുകളിങ്ങനെ മരിച്ചു വീഴുന്നു. അപ്പോൾ ന്യൂയോർക്കൊക്കെ ആണല്ലോ അതിൻ്റെ ഒരു എപ്പിസെൻ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആളുകളിങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ട്രംപ് അടക്കം, അന്നത്തെ പ്രസിഡന്റ് ട്രംപ് അടക്കം ഒരുപാട് പണം പല കമ്പനികൾക്കും നൽകുന്നു. അപ്പോൾ ഫൈസർ ഒരു വാക്സിനുമായിട്ട് രംഗത്ത് വരുന്നു. പക്ഷേ ആ ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് അവർ ആ വാക്സിൻ കണ്ടുപിടിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത്. ആ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പ്, ഇലക്ഷന് ഒരു 2 ദിവസം മുമ്പ് അവർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പ്രസിഡന്റ് ട്രംപ് തന്നെ നിഷ്പ്രയാസം ജയിക്കുമായിരുന്നു അന്ന്. പക്ഷേ ആ വാക്സിൻ അനൗൺസ്മെൻറ്റ് വരാനായിട്ട് 2 ദിവസം വൈകി. അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് തോറ്റു. കാരണം ആ കോവിഡാണ് വാസ്തവം പറഞ്ഞാൽ അന്ന് പ്രസിഡന്റിന് ട്രംപ് ഏകദേശം നല്ല പോപ്പുലാരിറ്റി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ആ കോവിഡ് വന്നു. കോവിഡിൽ ആളുകളെല്ലാം മരിച്ചു വീഴുന്നു, അസ്വസ്ഥരായി, ആകപ്പാടെ എങ്ങോട്ട് പോകണമെന്നുള്ള ഒരവസ്ഥയിൽ, ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് പുതിയൊരു നേതൃത്വത്തെ പരീക്ഷിക്കാനായിട്ട് ആളുകൾ തയ്യാറാകുന്നത്. അങ്ങനെയാണ് ജോ ബൈഡൻ പ്രസിഡന്റ് ആവുന്നത്. ട്രംപ് പരാജയം വന്ന് സമ്മതിക്കുകയുണ്ടായില്ല താനും. എങ്ങനെയായാലും ഈ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ച് വന്നതിന് ശേഷമാണ് വാസ്തവം പറഞ്ഞാൽ ആളുകളെല്ലാം സമാധാനപ്പെട്ടത്. നമുക്കറിയാം, അന്ന് വാക്സിൻ കിട്ടാനായിട്ട് ആളുകൾ ക്യൂ നിന്നത് എത്രയോ നേരം, എത്രയോ മണിക്കൂറുകൾ, രാത്രി മുതൽ ക്യൂ നിൽക്കുന്നത്. ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ആദ്യമേ. അപ്പോൾ ആളുകൾ ക്യൂ നിന്നും ശുപാർശ പറഞ്ഞുമൊക്കെയാണ് വാക്സിൻ നേടിയെടുത്തത്. ആ വാക്സിൻ കിട്ടിയ ആളുകൾ
ആളുകൾക്ക് ആത്മവിശ്വാസം തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഇത് വന്നു കഴിഞ്ഞാലും അന്നേരത്തേക്ക് ഇതിനെതിരെ ചില മരുന്നുകളും കണ്ടുപിടിച്ചു. അപ്പോഴത്തേക്ക് ആളുകളുടെ ആ ഭീതി അകന്നുപോയി. അപ്പോൾ ആ വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കോവിഡ് ഇന്നും ഒരു മഹാമാരി തന്നെയായിട്ട് നമ്മുടെ മനസ്സിൽ കിടന്നേനെ, നമ്മളൊക്കെ ആ രീതിയിൽ പ്രതികരിച്ചേനെയും. പക്ഷേ അതൊരു മഹാമാരിയൊന്നും അല്ല, ഒരു പനി മാതിരിയേ ഉള്ളൂ, അത്രയധികം പേടിക്കേണ്ടതില്ല എന്നുള്ളൊരു നിഗമനമാണ് ഇന്നിപ്പോഴുള്ളത്. പക്ഷേ എന്നാൽ പോലും പിന്നെ മറ്റേതെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവർ പിന്നെ വാക്സിൻ എടുത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ മൂർച്ഛിക്കുകയും അവർ മരിച്ചു പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് 65 വയസ്സിൽ കൂടുതലുള്ളവർ ഈ വാക്സിൻ എടുക്കണം. ഇപ്പോൾ കോവിഡിനെതിരെയുള്ള വാക്സിൻ, പുതിയ വാക്സിൻ എടുക്കണമെന്നാണ് CDC ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൽ താഴെയുള്ളവർ എടുക്കണമെങ്കിൽ പിന്നെ ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ വേറുള്ളവർക്ക് എടുക്കണമെങ്കിൽ, ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് എടുക്കണമെങ്കിൽ, കാര്യമായ പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്ക് എടുക്കണമെങ്കിൽ ഡോക്ടറുടെ കുറിപ്പടി വേണം, എന്നാലേ അതെടുക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വാക്സിനെതിരെ ഒരു പോരാട്ടം നടക്കുന്നു. അപ്പോൾ വാക്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ദുരുപയോഗം നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ മെഡിക്കൽ കമ്പനികളെല്ലാം ഈ രോഗങ്ങൾക്ക് വാക്സിൻ പിന്നെ പിന്നെ ഉള്ളതും ഇല്ലാത്തതുമായ വാക്സിൻ കണ്ടെത്തി ആളുകളെല്ലാം പേടിപ്പിച്ച് എല്ലാവരെ കൊണ്ടും വാക്സിൻ എടുപ്പിച്ച് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കോവിഡിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും മെഡിക്കൽ കമ്പനികളാണ് പണമുണ്ടാക്കിയത്. അവരെല്ലാം ഇഷ്ടംപോലെ പണമുണ്ടാക്കി. ഈ പിന്നെ വാക്സിൻ കണ്ടുപിടിച്ചത് കൊണ്ടും കണ്ടുപിടിച്ച ശേഷം ഇത് ആളുകൾക്ക് കൊടുത്തുകൊണ്ടും അതുപോലെ ധാരാളം പണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വാക്സിൻ ഇല്ലായിരുന്നുവെങ്കിൽ കോവിഡിൻ്റെ ഭീതി ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുമായിരുന്നു. ഇന്നും ഭൂമുഖത്ത് ആ കോവിഡ് ഭീതി നിലനിൽക്കുമായിരുന്നു. ഈ വസൂരിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആളുകൾ പേടിച്ച് ജീവിച്ചിരുന്നത് പോലെ. അപ്പോൾ അത്രയും ആ കാലമൊക്കെ ഇല്ലാതാക്കിയത് ഈ വാക്സിനും അതുപോലുള്ള കണ്ടുപിടുത്തങ്ങളുമാണ്. അപ്പോൾ അതിൽ തെറ്റുകളും മോശങ്ങളും ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് തന്നെ അത് കണ്ടെത്തുകയും പരിഷ്കരിക്കുകയും പിന്നെ ശാസ്ത്രീയമായി തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മളതൊരു പെട്ടെന്ന് ഈ മാറ്റം മറിച്ചിലുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ മീസിൽസ്, 5ാം പനിയും നമ്മുടെ നാട്ടിൽ പറയുന്ന വളരെ ചെറിയൊരു രോഗമാണ്. പക്ഷേ കുട്ടികൾക്കത് ഉണ്ടാവുന്നു. അത് കുത്തിവയ്പ്പെടുത്താൽ ഉണ്ടാവില്ല. കുത്തിവയ്പ്പെടുക്കാൻ മടിക്കുന്നവരിലാണ് അത് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് യഹൂദ വംശജരൊന്നും കുത്തിവയ്പ്പെടുക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവരിലാണ് ഇത് കൂടുതലായിട്ടും രോഗം പിന്നെ മീസിൽസ് ഉണ്ടാവുന്നത്. അത് മറ്റുള്ളവർക്കും പടരുന്നു, മറ്റു സമൂഹങ്ങളിലും പടരുന്ന സ്ഥിതി വരുന്നു. അപ്പം ഈ പിന്നെ വാക്സിനൊക്കെ എടുത്താൽ അത് ഒരു പരിധിയല്ല, മിക്കവാറും എല്ലാം തടയാൻ കഴിയുമെന്നാണ് പിന്നെ നമ്മൾ കരുതുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഇങ്ങനെ ശാസ്ത്രത്തിനെതിരായ ചില പിന്നെ നീക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അത് ഖേദകരമാണ്. ശാസ്ത്രീയ കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അമേരിക്ക ശാസ്ത്രത്തെ തന്നെ പഴിക്കുന്നതും സംശയിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇനി ഏതെങ്കിലും വാക്സിൻ ശരിയല്ല, ഗുണമില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ദോഷഫലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി അത് കണ്ടെത്തുകയും അത് ഒഴിവാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയണം. അതാണ് വേണ്ടത്. അത് പാടെ ഒഴിവാക്കുന്ന സ്ഥിതി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതിന് RFK ജൂനിയറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം രാജിവെക്കണം, അല്ലെ പുറത്താക്കണമെന്നാണ് ജോലിക്കാർ തന്നെ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് സുപ്രധാനമായ ഒരു കാര്യമാണെന്നുള്ളതിന് തർക്കമില്ല.